സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കർത്താവ് ഇവിടെ അട്ടപ്പാടിയിൽ കർത്താവ് തരാൻ പോകുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നൽകിയ വചനമാണ് മിക്ക പ്രവാചകന്റെ ഗ്രന്ഥം 4-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. മിക്ക പ്രവാചകന്റെ ഗ്രന്ഥം 4-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. സിഹിയോന്റെ നോട്ടീസ്, ആദ്യത്തെ ഫസ്റ്റ് നോട്ടീസ് അടിച്ചപ്പോൾ ഒരു വചനമല്ല വെച്ചത്, ഇത്രയും വചനം ഒന്നിച്ച് വെച്ച്. ഇത് കർത്താവ് തന്ന വചനമാണ്. എന്താ? അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾ മുകളിൽ ഉയർന്നു നിൽക്കും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും, ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നമുക്ക് അവിടുത്തെ വഴികളിൽ നടക്കാമെന്ന് പറഞ്ഞ് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായി രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല, മേലിൽ അവർ യുദ്ധം അഭ്യസിക്കുകയില്ല. അവരോരോരുത്തരും താങ്കളുടെ മുന്തിരിത്തോപ്പിലും അത്തിമര ചോട്ടിലുമായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ജനതകളിലും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചലിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാണ് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വളരെ വലിയ വിടുതലായി മാറാൻ പോകുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യ പ്രവാചന പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. ജെറമ്യയുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. ഇങ്ങനെ ജനം മലയിലേക്ക് വരുമ്പോൾ ആ ജനത്തിൻ്റെ ഒരു പ്രത്യേകതയും വചനത്തിൽ വെളിപ്പെടുത്തി. ഇതും നമ്മളെ കർത്താവ് ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നൽകിയ വചനമാണ്. എന്താണത്? കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്ന് പറഞ്ഞത്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ദൈവം പ്രത്യേകമായി വെളിപ്പെടുത്തുകയാണ്, ഞാൻ അവരുടെ അപ്പനാണ്. അതുകൊണ്ട് അത് പിതാവായ ദൈവം പറയുന്നത്, ഞാൻ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി അങ്ങനെ വെള്ളം ദാഹിച്ചിരിക്കുന്ന വെള്ളം കുടിക്കുന്ന മാതിരി ഇവിടെ വന്ന് കൃപകൾ കൊണ്ട് നിറയും. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നെന്താണ്? കുരിശിൻ്റെ വഴി നടത്താൻ പറ്റാത്തവർക്ക് കുരിശിൻ്റെ വഴി നടത്താൻ പറ്റും. പിന്നെ ജപമാല ചെല്ലാത്തവർ പിന്നെ ജപമാല ചെല്ലാൻ തുടങ്ങും. കുമ്പസാരിക്കാത്തവർ കുമ്പസാരിക്കാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വന്ന് ജനം ദൈവം തരുന്ന കൃപ ഉപയോഗിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിന് ബലിയർപ്പിക്കണം. അങ്ങനെ കർത്താവ് തരുന്ന കൃപ ഉപയോഗിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹം. അപ്പോൾ കുമ്പസാരിക്കാൻ തോന്നുന്നവർക്ക് അനൗൺസ് ചെയ്യുന്ന സമയത്ത് കുമ്പസാരിക്കാൻ ആ കൃപ ഉപയോഗിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ ദൈവം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കും. അപ്പോൾ പ്രാർത്ഥിക്കണം. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.